വില്ലേജസ്, ടൗൺസ് ആൻഡ് ട്രേഡ് എന്ന 8ാമത്തെ ചാപ്റ്ററാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പ്രഭാകരൻ്റെ ഒരു സ്റ്റോറി ആയിട്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. പ്രഭാകർ അറ്റ് ദി ബ്ലാക്ക് സ്മിത്ത് ഷോപ്പ്. പ്രഭാകർ സാറ്റ് വാച്ചിങ് ദി സ്മിത്ത് അറ്റ് ദി ലോക്കൽ ഷോപ്പിൽ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ കടയിൽ പോവുകയാണ്. There was a small bench on which iron tools like axes and sickles were laid out, ready for sale. വിൽക്കാൻ റെഡിയായിട്ട് അവിടെ സിക്കിൾസും ആക്സസും ഒക്കെ പണിത് വെച്ചിരിക്കുകയാണ്. ഈ അയൺ ടൂൾസ് അവിടെ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ പണി ചെയ്ത് വെച്ചിരിക്കുകയാണ് വിൽക്കാൻ റെഡിയായിട്ട്. ബ്രൈറ്റ് ഫയർ വാസ് ബേണിങ്. ഭയങ്കര തീ, ഒരു കനൽ ഇങ്ങനെ ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 men were ഹീറ്റിംഗ് ആൻഡ് ബീറ്റിംഗ് ദ മെറ്റൽ റോഡ്സ് ഇൻ ടു ഷേപ്പ്. മെറ്റൽ റോഡ്സിനെ അടിച്ച് പരത്തി ഷേപ്പാക്കുകയാണ്. ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ് വാസ് വെരി ഹോട്ട് ആൻഡ് നോയ്സി. ഭയങ്കര ചൂടും നോയ്സി ആയിരുന്നു ആ സിറ്റുവേഷൻ. ആൻഡ് യെറ്റ് ഇറ്റ് വാസ് ഫാസിനേറ്റിംഗ് ടു വാച്ച് വാട്ട് വാസ് ഹാപ്പനിങ്. എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട് അവൻ വളരെ ഇൻട്രസ്റ്റോടെ, കൗതുകത്തോടെ അത് നോക്കിയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അയൺ ടൂൾസ് ആൻഡ് അഗ്രികൾച്ചർ അതിനെക്കുറിച്ച് നോക്കാം. ഈ അയൺ ടൂൾസിനെ കുറിച്ച് പറയാനായിട്ടാണ് ഈ പ്രഭാകരൻ്റെ ഒരു സ്റ്റോറി ബ്ലാക്ക് സ്മിത്തിൻ്റെ ഷോപ്പിൽ അവൻ കണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. അപ്പോൾ അയൺ ടൂൾസ് ആൻഡ് അഗ്രികൾച്ചർ, ഇവിടെ അയൺ കൊണ്ട് ടൂൾസ് ഉണ്ടാക്കുന്നു, അഗ്രികൾച്ചറെ ഡെവലപ്പ് ചെയ്യുന്നു, അതിനെക്കുറിച്ചൊക്കെയാണ്. വി ഓഫൻ ടേക്ക് ദി യൂസ് ഓഫ് അയൺ ഫോർ ഗ്രാൻറ്റഡ് ടുഡേ. ഇന്ന് നമുക്ക് ഈ ഇരുമ്പിന് വലിയ വിലയില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ അത്ര വാല്യൂബിളായി കണക്കാക്കുന്നില്ല. തിങ്സ് മെയ്ഡ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ആർ എ പാർട്ട് ഓഫ് അവർ ഡെയിലി ലൈഫ്. എന്നിരുന്നാലും നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ് ഈ അയണും സ്റ്റീലും ഒക്കെ. The use of iron began in the subcontinent around 3000 years ago. 3000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അയൺ ഈ നമ്മുടെ സബ് കോണ്ടിനെൻറ്റിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. സം ഓഫ് ദ ലാർജസ്റ്റ് കളക്ഷൻസ് ഓഫ് അയൺ ടൂൾസ് ആൻഡ് വെപ്പൺസ് വെയർ ഫൗണ്ടഡ് ഇൻ ദ മെഗാലിത്തിക് ബറിയൽസ്. മെഗാലിത്തിക് ബറിയൽസിനെ കുറിച്ച് നമ്മൾ ചാപ്റ്റർ 4 പഠിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരുപാട് കളക്ഷൻ ഓഫ് അയൺ ടൂൾസും വെപ്പൺസും ഒക്കെ അതിൻ്റെ കൂടെ മരിച്ച ആളുടെ കൂടെ ബറി ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ 3000 വർഷങ്ങൾ മുമ്പാണ് ഈ അയൺ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങിയത് നമ്മുടെ സബ് കോണ്ടിനെൻറ്റിൽ. Around 2500 years ago, there is evidence for growing use of iron tools. ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് അയൺ ടൂൾസ് ഉപയോഗിച്ചു വന്നതായി എവിഡൻസ് ഉണ്ട്. ദീസ് ഇൻക്ലൂഡഡ് ആക്സസ് ഫോർ ക്ലിയറിങ് ദ ഫോറസ്റ്റ് കട്ട് ചെയ്യാനായിട്ട്, ക്ലിയർ ചെയ്യാനായിട്ട് മഴു ആക്സസ് ഉപയോഗിച്ചു. ആൻഡ് അയൺ പ്ലൗ ഷെയർസ്, ഇപ്പോൾ നില ഉഴുവാനായിട്ട് ഈ പ്ലൗ ഉപയോഗിച്ചു. As we had seen in chapter 5, the plowshare was useful for increasing the agriculture production. Agriculture production increase ചെയ്യാനായിട്ട് ഇങ്ങനെ അയൺ കൊണ്ടുണ്ടാക്കിയ ഈ പ്ലൗ ഷെയർസ് ഉപയോഗിക്കുന്നത് ഹെൽപ്ഫുള്ളായി എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അതർ സ്റ്റെപ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ, ഇറിഗേഷൻ. മറ്റു പല സ്റ്റെപ്പും മറ്റു പല മെഷേഴ്സും ഇവർ കൈക്കൊണ്ടിരുന്നു അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കൂടാനായിട്ട്. അതിലൊന്നായിരുന്നു ഈ ഇറിഗേഷൻ, ജലസേചനം. കിങ്സ് ആൻഡ് കിങ്ഡംസ് യു ഹാവ് ബീൻ റീഡിങ് അബൌട്ട് കുഡ് നോട്ട് ഹാവ് എക്സിസ്റ്റഡ് വിത്തൗട്ട് ദ സപ്പോർട്ട് ഓഫ് ഫ്ലറിഷിംഗ് വില്ലേജസ്. മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളാവുന്ന, ഫ്ലറിഷ് ചെയ്യുന്ന, ഡെവലപ്പ് ചെയ്യുന്ന വില്ലേജസ് ഇല്ലെങ്കിൽ ഈ കിങ്ങോ കിങ്ഡംസോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അതൊന്നും എക്സിസ്റ്റ് ചെയ്യാൻ പാടായിരുന്നു. While new tools and the system of transplantation increased production and irrigation was also used. അപ്പോൾ പുതിയ ടൂൾസ് വന്നു, അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങി. അതായത് ഒരു സ്ഥലത്ത് വിതച്ചിട്ട് അതിനെ പറിച്ച് വേറെ സ്ഥലത്ത് നടുന്നതിന് ട്രാൻസ്പ്ലാന്റേഷൻ. അത് ഈ ന്യൂ ടൂൾസും ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ പ്രൊഡക്ഷൻ കൂട്ടി. അതുപോലെ തന്നെ ഇറിഗേഷനും അതിനെല്ലാം സഹായിച്ചു. Irrigation works that were built during this time included canals, wells, tanks and artificial lakes. അപ്പോൾ ഇറിഗേഷന് വേണ്ടിയിട്ട് കനാൽസ് ഉണ്ടാക്കി, ഈ സമയത്ത് വെൽസ് ഉണ്ടാക്കി, ടാങ്ക്സ് ഉണ്ടാക്കി, ആർട്ടിഫിഷ്യൽ ലേക്സ് വരെ അതൊക്കെ ഉണ്ടാക്കി.
അങ്ങനെ കുറച്ച് അയൺ ടൂൾസ് ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഹൂ ലിവ്ഡ് ഇൻ ദ വില്ലേജസ്, ഈ വില്ലേജസിൽ ആരാണ് ജീവിച്ചിരുന്നത്? There were at least 3 different kinds of people living in most villages in the southern and northern parts of the subcontinent. Southern part of the subcontinentലും northern part of the subcontinentലും 3 തരത്തിലുള്ള 3 different kinds of people ആണ്, ജനങ്ങളാണ് ജീവിച്ചിരുന്നത്. ഇൻ ദ തമിഴ്നാട്ടിൽ അല്ലെ തമിഴ് റീജിയനിൽ ലാർജ് ലാൻഡ് ഓണേഴ്സ്, വലിയ ലാൻഡ് ഓണേഴ്സ് ഉണ്ടായിരുന്നു. അത് വെള്ളലാർ എന്നാണ് പറയുന്നത് അവരെ. ഓർഡിനറി പ്ലൗമാൻ, സാധാരണ ഈ നിലമുഴുത്തുകാർ അവരുണ്ടായിരുന്നു. ഉഴവർ എന്നാണ് അവരെ പറയുന്നത്. ആൻഡ് ലാൻഡ്ലെസ് ലേബറേഴ്സ്, ഒരു ലാൻഡും ഇല്ലാത്ത ലേബറേഴ്സ് ഉണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് സ്ലേവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. വെരി നോൺ ആസ്, അവരെ കടേസിയാർ എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അടിമൈ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 3 പേര്, വെള്ളലാർ, ഉഴവാർ, കടേസിയാർ അല്ലെങ്കിൽ അടിമൈ, ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിരുന്നു. ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ കൺട്രിയിൽ വില്ലേജ് ഹെഡ്മാൻ വാസ് നോൺ ആസ് ദി ഗ്രാമ ഭോജക. അപ്പോൾ നോർത്തേൺ സൈഡിൽ, നോർത്ത് ഇന്ത്യയിലെ പാർട്ടിൽ ഈ ഗ്രാമത്തിലെ ഹെഡ്മാൻ എന്നെ പറയുന്നത് ഗ്രാമ ഭോജക എന്ന്. യൂഷ്വലി മെൻ ഫ്രം ദ സെയിം ഫാമിലി ഹെൽഡ് ദ പൊസിഷൻ ഫോർ ജനറേഷൻസ്. ഒരേ ഫാമിലിയിലെ അച്ഛൻ, പിന്നെ മകൻ, പിന്നെ അവരുടെ മകൻ, അങ്ങനെ ജനറേഷൻസ് ആയിട്ടാണ് ഇങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ തലവനായിട്ട് അവർ വർക്ക് ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ പോസ്റ്റ് വാസ് ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ ഓരോ ജനറേഷനിൽ നിന്ന് മറ്റ് ജനറേഷനിലോട്ട് കൈമാറുന്നത്. ഗ്രാമഭോജക വാസ് ഓഫൻ ദ ലാർജസ്റ്റ് ലാൻഡ് ഓണർ. ആ വില്ലേജിലെ ലാർജസ്റ്റ് ലാൻഡ് ഓണറും ആയിരിക്കും ഈ ഗ്രാമഭോജക, ഗ്രാമത്തിൻ്റെ ഹെഡ്. ജനറലി ഹി ഹാഡ് സ്ലേവ്സ് ആൻഡ് ഹയർഡ് വർക്കേഴ്സ് ടു കൾട്ടിവേറ്റ് ദ ലാൻഡ്. അദ്ദേഹത്തിൻ്റെ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സ്ലേവ്സും ഉണ്ടാവും, അതുപോലെ തന്നെ വർക്കേഴ്സിനെ ഹയർ ചെയ്തിട്ടുണ്ടാവും. ബിസൈഡ്സ് ഹി വാസ് പവർഫുൾ. ദ കിങ് ഓഫൻ യൂസ്ഡ് ഹിം ടു കളക്ട് ടാക്സസ് ഫ്രം ദ വില്ലേജ്. അപ്പോൾ ഈ ഹെഡ്മാൻ പവർഫുൾ ആയതുകൊണ്ട് കിങ് ടാക്സസ് കളക്ട് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിനാണ് ഏൽപ്പിക്കുക. ഹി ഓൾസോ ഫങ്ഷൻഡ് ആസ് എ ജഡ്ജ്. ചിലപ്പോഴൊക്കെ ജഡ്ജായിട്ടും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അതിന് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസ് ഉണ്ടാക്കാനും ജഡ്ജ്മെൻറ്റ് നടത്താനൊക്കെ അങ്ങനെയൊക്കെ അദ്ദേഹം ഫങ്ഷൻ ചെയ്യുമായിരുന്നു. ആൻഡ് സം ടൈംസ് ആസ് എ പോലീസ്മെൻ ആയിട്ടും ആക്ട് ചെയ്യുമായിരുന്നു. നീതി നടപ്പാക്കുന്ന ആളായിട്ട് വരെ ആ വില്ലേജ് ഹെഡ്മാൻ ആക്ട് ചെയ്യുമായിരുന്നു. Apart from the Gram Bojaka, there were other independent farmers വേറെ ഉണ്ടായിരുന്നു, known as ഗൃഹ പാർട്ടീസ്. most of whom were smaller land owners, ചെറിയ ലാൻഡ് ഓണേഴ്സ് ആയിരുന്നു അവർ. ആൻഡ് ദെൻ there was men and women such as ദാസ കർമ്മകാര എന്ന് പറഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. who did not own land, അവരുടെ കയ്യിൽ ഒരു ലാൻഡ് ഉണ്ടായിരുന്നില്ല. had to earn a living working on the fields owned by others. മറ്റുള്ളവരുടെ ഫീൽഡിൽ, അവരുടെ പാടങ്ങളിൽ വർക്ക് ചെയ്തിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഇൻ മോസ്റ്റ് വില്ലേജസ് ദർ വർ ഓൾസോ സം ക്രാഫ്റ്റ് പേഴ്സൺസ് ഉണ്ടായിരുന്നു. അതായത് ബ്ലാക്ക് സ്മിത്തുകളും പോട്ടറും കാർപ്പൻറ്ററും വീവറും ഒക്കെ ഉണ്ടായിരുന്നു. ദ ഏർലിയസ്റ്റ് തമിഴ് കോമ്പോസിഷൻസ്, തമിഴിലെ എഴുത്ത്, ഏറ്റവും മുമ്പുണ്ടായിരുന്ന തമിഴ് കോമ്പോസിഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. സം ഓഫ് ദ ഏർലിയസ്റ്റ് വർക്ക് ഇൻ തമിഴ് നോൺ ആസ് സംഗം ലിറ്ററേച്ചർ, ആ ലിറ്ററേച്ചറിനെ പറയുന്നത് സംഗം ലിറ്ററേച്ചർ എന്നാണ്. വർ കമ്പോസ്ഡ് അറൗണ്ട് 2300 years ago. 2300 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ലിറ്ററേച്ചറാണ് ഈ സംഗം ലിറ്ററേച്ചർ. ദീസ് ടെക്സ്റ്റ് വർ കോൾഡ് സംഗം. ഇതിനെ സംഗം എന്ന് പറയുന്നത് ബിക്കോസ് ദേ വർ സപ്പോസ്ഡ് ടു ഹാവ് ബീൻ കമ്പോസ്ഡ് ആൻഡ് കമ്പൈൽഡ് ഇൻ അസംബ്ലീസ്, ഗ്രൂപ്പ് ഓഫ് സംഗംസ്, നോൺ ആസ് സംഗം. സംഘം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കൂടി ചേർന്ന് അവർ മീറ്റ് ചെയ്ത് അങ്ങനെ കമ്പോസ് ചെയ്ത ലിറ്ററേച്ചറാണത്. ആൻഡ് പോയറ്റ്സ് വെയർ ഹെൽഡ് ഇൻ ദ സിറ്റി ഓഫ് മധുരൈ. അസംബ്ലീസ് ഓഫ് പോയറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ്
ഒരുമിച്ച് കൂടി ഈ മധുരയിൽ ഒരുമിച്ച് കൂടി അവരങ്ങനെ കമ്പൈൽ ചെയ്ത അങ്ങനെ കമ്പോസ് ചെയ്ത ഒരു ടെക്സ്റ്റാണ് അല്ലെങ്കിൽ ലിറ്ററേച്ചറാണ്, എഴുതിയതാണ് സംഘം ലിറ്ററേച്ചർ. തമിഴ് ടേംസ് മെൻഷൻഡ് അബോവ് ആർ ഫൗണ്ട് ഇൻ സംഘം ലിറ്ററേച്ചർ. ഈ ഇതിൽ കാണുന്ന ഈ തമിഴ് ടേമുകളെല്ലാം സംഘം ലിറ്ററേച്ചറിൽ കണ്ടിട്ടുള്ളതാണ്. അടുത്തത് കോയിൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആർക്കിയോളജിസ്റ്റ് ഹാവ് ഫൗണ്ട് സെവറൽ തൗസൻഡ്സ് ഓഫ് കോയിൻസ് ബിലോങ്ങിങ് ടു ദിസ് പീരീഡ്. ഈ സമയത്തുള്ള തൗസൻഡ്സ് ഓഫ് കോയിൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ആർക്കിയോളജിസ്റ്റിന്. ദി ഏർലിയസ്റ്റ് കോയിൻസ് വിച്ച് വെയർ ഇൻ യൂസ് അബൌട്ട് 500 years വെയർ പഞ്ച് മാർക്ഡ് കോയിൻസ്. 500 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കോയിൻസ് പഞ്ച് മാർക്ഡ് കോയിൻസ് ആണ്. സച്ച് ആസ് ദ വൺ ഷോൺ ഹിയർ. പഞ്ച് മാർക്ക് ചെയ്ത കോയിൻസ് ആണ്. പഞ്ച് മാർക്ഡ് കോയിൻസ് എന്താണെന്ന് നോക്കാം. പഞ്ച് മാർക്ഡ് കോയിൻസ് ആർ ജനറലി റെക്ടാങ്കുലറോ ചതുരത്തിലുള്ളതോ സംടൈംസ് സ്ക്വയർ ഷേപ്ഡോ അല്ലെങ്കിൽ റൗണ്ട് ഇൻ ഷേപ്പോ ആയിരിക്കും. ഈതർ കട്ട് ഔട്ട് ഓഫ് എ മെറ്റൽ ഷീറ്റ്, ഒരു മെറ്റൽ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തതായിരിക്കാം. മെയ്ഡ് ഔട്ട് ഓഫ് എ ഫ്ലാറ്റൻഡ് മെറ്റൽ ഗ്ലോബ്യൂൾസ്, ഒരു ചെറിയ മെറ്റലിനുകൊണ്ടുള്ള അതിനെ ഫ്ലാറ്റാക്കിയതായിരിക്കാം. ഇങ്ങനെയുള്ള ഷേപ്പിൽ ഏതെങ്കിലും ആയിരിക്കാം. ദ കോയിൻസ് വെയർ നോട്ട് ഇൻസ്ക്രൈബ്ഡ്, അതിലൊന്നും കൊത്തുപണികളൊന്നുമില്ല. ബട്ട് വെയർ സ്റ്റാമ്പ്ഡ് വിത്ത് സിമ്പിൾസ് സ്റ്റാമ്പ് ചെയ്തിരിക്കും. യൂസിങ് ഡൈ വെച്ചിട്ട് അല്ലെങ്കിൽ പഞ്ച് ചെയ്തിരിക്കുന്നത്. ഹെൻസ് ദേ വർ കോൾഡ് പഞ്ച് മാർക്ഡ് കോയിൻസ്. അതുകൊണ്ടാണ് അതിനെ പഞ്ച് മാർക്ഡ് കോയിൻസ് എന്ന് പറയുന്നത്. ദീസ് കോയിൻസ് വർ ഫൗണ്ട് ഓവർ മോസ്റ്റ് പാർട്സ് ഓഫ് ദ സബ് കോണ്ടിനെൻറ്റ്. മോസ്റ്റ് പാർട്ട് ഓഫ് ദ സബ് കോണ്ടിനെൻറ്റിൽ ഇങ്ങനത്തെ കോയിൻസ് കണ്ടിരുന്നു. റിമെയിൻഡ് ഇൻ സർക്കുലേഷൻ ടിൽ ദ ഏർലി സെഞ്ച്വറീസ് CE. കോമൺ എറയിലെ ഏർലി സെഞ്ച്വറീസിലെല്ലാം ഇത് സബ് കോണ്ടിനെൻറ്റിൽ എല്ലാ ഭാഗത്തും എല്ലാ പാർട്ടിലും കണ്ടിരുന്നു. സർക്കുലേഷനിലായിരുന്നു യൂസ് ചെയ്തിരുന്നു പഞ്ച് മാർക്ഡ് കോയിൻസ്. അതർ മീൻസ് ഓഫ് എക്സ്ചേഞ്ച്. മറ്റു മീൻസ് ഓഫ് എക്സ്ചേഞ്ച് എന്തായിരുന്നു? മറ്റു മീൻസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രൊഡ്യൂസ് മറ്റൊരാൾ കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു പ്രൊഡ്യൂസ് ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുന്ന അതായിരുന്നു. ഇവിടെ സോൾട്ടിനെ അവർ ചെയ്തിരുന്ന സോൾട്ട് ഉപ്പ് പാടങ്ങളിൽ നിന്ന് അവർ കളക്ട് ചെയ്ത് മറ്റൊരാൾക്ക് അത് കൊണ്ട് കൊടുക്കുന്നതും അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, സിറ്റീസ് വിത്ത് മെനി ഫങ്ഷൻസ്. സിറ്റീസിൻ്റെ ഫങ്ഷനെ കുറിച്ചാണ് പറയുന്നത്. വെരി ഓഫൻ എ സിംഗിൾ ടൗൺ വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ വെറൈറ്റി ഓഫ് റീസൺ. ഒരു ടൗണിനെ ഒരുപാട് റീസൺസിന് ഒരു റീസൺ കൊണ്ട് വെറൈറ്റിക്ക് കാരണമായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ടൗണിൽ ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്നുണ്ടാകും. ലെറ്റസ് ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ ഓഫ് മധുരേൻ്റെ എക്സാമ്പിൾ നോക്കാം. മധുര ഹാസ് ബീൻ എൻ ഇമ്പോർട്ടൻറ്റ് സെറ്റിൽമെൻറ്റ് ഫോർ മോർ ദാൻ 2500 years. 2500 yearsന് ഈ മധുര വളരെ ഇമ്പോർട്ടൻറ്റ് സെറ്റിൽമെൻ്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് വാസ് അറ്റ് ദി ക്രോസ് റോഡ്സ് ഓഫ് ടു മേജർ റൂട്ട്സിൻ്റെ ക്രോസ് റോഡിലായിരുന്നു ഇത്. റൂട്ട്സ് ഓഫ് ട്രാവൽ ആൻഡ് ട്രാവലിൻ്റെയും ട്രേഡിൻ്റെയും ടു മേജർ റൂട്ട്സിൽ ഇടയിൽ വരുന്ന സ്ഥലമായിരുന്നു മധുര. ഫ്രം ദ നോർത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്, ഇത് സൗത്ത്. അപ്പോൾ നോർത്ത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടുള്ള ഒരു റൂട്ട്, പിന്നെ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടുള്ള റൂട്ട്, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിരുന്നു ഈ മധുര. ദർ വർ ഫോർട്ടിഫിക്കേഷൻസ് അറൗണ്ട് ദ സിറ്റീൻ്റെ ചുറ്റും കോട്ടയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാർമേഴ്സ് ആൻഡ് ഹെർഡേഴ്സ് ഫ്രം അഡ്ജോയിനിങ് ഏരിയാസ് പ്രൊവൈഡഡ് ഫുഡ് ഫോർ ദ പീപ്പിൾ ഇൻ ദ സിറ്റിയിൽ അവർക്ക് ഫുഡ് കിട്ടുമായിരുന്നു. അതിന് ചുറ്റുമുള്ള ഫാർമേഴ്സും ഹെർഡേഴ്സൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യായിരുന്നു. മധുര വാസ് ഓൾസോ സെൻറ്റർ വെയർ സം എക്സ്ട്രീംലി ഫൈൻ സ്കൾപ്ചർ വാസ് പ്രൊഡ്യൂസ്. ഈ പ്രതിമയൊക്കെ ഉണ്ടാക്കുന്ന സ്കൾപ്ചേഴ്സ് ഉള്ള നല്ല സ്കൾപ്ചർ വർക്ക് ഉള്ള സ്ഥലവുമായിരുന്നു. About 2000 years ago, Mathura became second capital of Kushanas, about whom you would read. Mathura was also a religious center ആയിരുന്നു, where Buddhist monasteries, Jaina shrines and other Buddhist monasteryകളും ജൈന shrines-ഉം ഒക്കെ ഉണ്ടായിരുന്നു. ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഫോർ വർഷിപ്പ് ഓഫ് കൃഷ്ണൻ്റെ വർഷിപ്പിന്, കൃഷ്ണനെ പൂജിക്കുന്ന ഇമ്പോർട്ടൻറ്റ് സെൻറ്ററൊക്കെ ആയിരുന്നു ഈ മധുര. അപ്പോൾ സിറ്റീസ് വിത്ത് മെനി ഫങ്ഷൻസ്, ഇതിൽ നമ്മൾ നോക്കിയത് മധുരയെക്കുറിച്ചായിരുന്നു.
ട്രേഡിൻ്റെയും ട്രാവലിൻ്റെയും ഒരു ക്രോസ് റോഡ്സിലായിരുന്നു. അതുപോലെ തന്നെ അവിടെ കോട്ടകളുണ്ടായിരുന്നു, അവർക്ക് ഒരുപാട് ഷ്രൈൻസ് ഉണ്ടായിരുന്നു. അവിടെ ഫാർമേഴ്സും ഹെർഡേഴ്സും ഇവർക്ക് ഫുഡ് എത്തിക്കുമായിരുന്നു. അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സ്, ഒത്തിരി നല്ല സ്കൾപ്ചർ വർക്ക് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ക്യാപിറ്റൽ, കുഷാനാസിൻ്റെ ഒരു സെക്കൻഡ് ക്യാപിറ്റലായിരുന്നു അത്. അതുപോലെ റിലീജിയസ് സെൻ്ററായിരുന്നു അത്, വർഷിപ്പിൻ്റെ സെൻ്ററായിരുന്നു. അങ്ങനെ മൊനാസ്ട്രീസും ഷ്രൈൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു സിറ്റിയിൽ തന്നെ നടക്കുന്നു. അതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. സിറ്റീസ് വിത്ത് മെനി ഫങ്ഷൻസ്. സെവറൽ ഇൻസ്ക്രിപ്ഷൻസ് ഓൺ സർഫേസ് സച്ച് ആസ് സ്റ്റോൺ സ്ലാബ്സ്, സ്റ്റാച്യൂസ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ മധുര. മധുരയിൽ അത് കൂടാതെ ഇൻസ്ക്രിപ്ഷൻസ് കൊത്തി വെച്ചിരിക്കുന്ന സ്റ്റോണിലും സ്റ്റാച്യൂസിലെല്ലാം അങ്ങനെയുള്ള വർക്കുകളെല്ലാം കാണാൻ പറ്റും അവിടെ. ജനറലി ദർ ആർ ഷോർട്ട് ഇൻസ്ക്രിപ്ഷൻ, ചെറിയ ഇൻസ്ക്രിപ്ഷൻസ് ആണ്. റെക്കോർഡിംഗ് ഗിഫ്റ്റ്സ് മെയ്ഡ് ബൈ മെൻ, ഓരോരുത്തർ കൊടുത്ത, സംടൈംസ് വുമൻ, അവർ കൊടുത്ത ഗിഫ്റ്റിനെ കുറിച്ചൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ടു മൊണാസ്ട്രീസ് ആൻഡ് ഷൈൻസ്, മൊണാസ്ട്രിക്കും ഷ്രൈൻസിനും ഈ ആൾക്കാർ കൊടുത്ത ഗിഫ്റ്റൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് അതിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ആൻഡ് ദീസ് വെർ മെയ്ഡ് ബൈ കിങ്സ് ആൻഡ് ക്വീൻസ്, ഓഫീസേഴ്സ്, മെർച്ചൻസ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ ഹൂ ലിവ്ഡ് ഇൻ ദ സിറ്റി. ഈ കിങ്ങും ക്യൂനും ഓഫീസേഴ്സും മെർച്ചൻസും ക്രാഫ്റ്റ് പേഴ്സൺസും ആ സിറ്റിയിൽ ജീവിച്ചിരുന്നവരാണ് ഇങ്ങനെ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഇൻസ്ക്രിപ്ഷൻസ് ഫ്രം മധുര മെൻഷൻ ഗോൾഡ് സ്മിത്ത്സ്, ബ്ലാക്ക് സ്മിത്ത്, വീവേഴ്സ്, ബാസ്ക്കറ്റ് മേക്കേഴ്സ്, ഗാർലൻഡ് മേക്കേഴ്സ്, പെർഫ്യൂമേഴ്സ്, ഇതിനെക്കുറിച്ചെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് ക്രാഫ്റ്റ്സ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺസ്. വി ഓൾസോ ഹാവ് ആർക്കിയോളജിക്കൽ എവിഡൻസ് ഫോർ ക്രാഫ്റ്റ്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ക്രാഫ്റ്റിനും ക്രാഫ്റ്റ് പേഴ്സൺസിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡഡ് എക്സ്ട്രീംലി ഫൈൻ പോട്ടറി, വളരെ നല്ല പോട്ടറി, പാത്രം ഉണ്ടാക്കൽ, നോൺ ആസ് നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ, NBPW, നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ എന്ന പോട്ടറി പോട്ട്സ്. ഇറ്റ് ഗെറ്റ്സ് ഇറ്റ് നെയിം ഫ്രം ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് ജനറലി ഫൗണ്ട് ഇൻ ദ നോർത്തേൺ പാർട്ട്. നോർത്തേൺ പാർട്ടിലാണ് കണ്ടിരുന്നത്, സബ് കോണ്ടിനെൻറ്റിൽ, അതുകൊണ്ടാണ് നോർത്തേൺ എന്ന പേര് വന്നത്. റിമെമ്പർ ദ ആർക്കിയോളജിസ്റ്റ് എവിഡൻസ് ഫോർ മെനി ക്രാഫ്റ്റ്സ് മെ നോട്ട് ഹാവ് സർവൈവ്ഡ്. പല ക്രാഫ്റ്റും സർവൈവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം കൊണ്ട് അത് കേടുവന്നു പോയി. We know that from a text that manufacture of cloth was important. Manufacturing cloth important ആയിരുന്നു. There were famous centers such as Varanasi in north, Varanasi നോർത്തിലെ വാരാണസി, മധുരൈ ഇൻ സൗത്ത്, സൗത്തിലെ മധുരയൊക്കെ ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് ആയിരുന്നു ഈ ക്ലോത്ത് മാനുഫാക്ചറിങ്ങിൻ്റെ. ബോത്ത് മെൻ ആൻഡ് വിമൻ വർക്ക്ഡ് ഇൻ ദീസ് സെൻറ്റേഴ്സ്. പുരുഷന്മാരും സ്ത്രീകളും ഈ സെൻറ്റേഴ്സിൽ വർക്ക് ചെയ്തിരുന്നു. ഈ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ അതെന്താണെന്ന് നോക്കുന്നത്, ഇറ്റ് ഈസ് എ ഹാർഡ് വീൽ മെയ്ഡ് മെറ്റാലിക് ലുക്കിംഗ് വെയർ. മെറ്റൽ പോലെ തോന്നുന്ന വലിയ ഹാർഡായിട്ടുള്ള വീല് കൊണ്ടുണ്ടാക്കിയ, വീൽസിലുണ്ടാക്കിയ ഒരു പോട്ടറിയാണ്. വെയർ വിത്ത് എ ഷൈനി ബ്ലാക്ക് സർഫേസ് ആണ്, അതുകൊണ്ടാണ് അതിനെ ബ്ലാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഷൈനി ബ്ലാക്ക് സർഫേസ് ആണ്. പോട്ടർ യൂസ് ടു എക്സ്പോസ് ദ എർത്തൻ വെയർ, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണത്. ടു വെരി ഹൈ ടെമ്പറേച്ചറിൽ അതിനെ ഹീറ്റ് ചെയ്യും, റിസൾട്ടിങ് ഇൻ ബ്ലാക്കനിങ് ഓഫ് ഇറ്റ്സ് ഔട്ടർ സർഫേസ് ബ്ലാക്ക് ആവും. അതുകൊണ്ടാണ് അതിന് മെറ്റാലിക് ലുക്ക് വരുന്നത്. മെറ്റാലിക് ലുക്കിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ഈ ഹീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സർഫേസ് വരുന്നത്. ഫൈൻ ബ്ലാക്ക് സ്ലിപ്പ് വാസ് ഓൾസോ അപ്ലൈഡ് ഓൺ ദിസ് വിച്ച് ഗേവ് പോട്ടറി എ മിറർ ലൈക്ക് ഷൈനിങ് കൊടുക്കുന്നുണ്ട്. ഇതാണ് നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ. റൂൾസ് ഫോർ സ്പിന്നിങ് ആൻഡ് വീവിങ്. സ്പിന്നിങ്ങിനും വീവിങ്ങിനുമായിട്ട് റൂൾസ് ഉണ്ടായിരുന്നു, നിയമങ്ങളുണ്ടായിരുന്നു. റൂൾസ് ആർ ഫ്രം അർത്ഥശാസ്ത്രയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെൻഷൻഡ് ഇൻ ചാപ്റ്റർ 7 നമ്മൾ പഠിച്ചു. ദേ ഡിസ്ക്രൈബ്സ് ഹൗ സ്പിന്നിങ് ആൻഡ് വീവിങ് could be done in workshops under the supervision of the special official സൂപ്പർവിഷനിൽ വർക്ക്ഷോപ്പിൽ സ്പിന്നിങ്ങും വീവിങ്ങും എങ്ങനെ നടത്തണം അതിനെക്കുറിച്ചുള്ള റൂൾസാണ്. വിധവകളും യങ് വിമൻ ഹൂ വർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ നൺസ്, അതുപോലെ മദേഴ്സ് ഓഫ് കോർട്ടിസൻസ്, പിന്നെ റിട്ടയർഡ് വുമൻ, സെർവൻറ്റ്സ് ഓഫ് കിങ്, women who have retired from the service in the temples may be used for processing wool, bark,
കോട്ടൺ, ഹെംപ് ആൻഡ് ഫ്ലാക്സ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്, ജോലി ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ, സ്പെഷ്യലായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റിയോ വിധവകളോ അങ്ങനെയുള്ളവരായിരിക്കണം, റിട്ടയർഡ് ആയിരിക്കണം, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് അതിനുള്ള റൈറ്റ് ഉണ്ടായിരുന്നത്. ദേ ഷുഡ് ബി പെയ്ഡ് അക്കോർഡിംഗ് ടു ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക്. അവർ ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി അനുസരിച്ച് അവർക്ക് പേ ചെയ്യണം, അവർക്ക് പൈസ കൊടുക്കും. ആൻഡ് വുമൺ ഹൂ ആർ നോട്ട് പെർമിറ്റഡ് ടു ലീവ് ദെയർ ഹോംസ് ക്യാൻ സെൻഡ് മെയ്ഡ് സെർവൻസ് ടു ബ്രിങ് റോ മെറ്റീരിയൽ ഫ്രം ദ സൂപ്പറിൻറ്റൻഡൻറ്റ്. ഇപ്പോൾ ഇവിടെ നിന്ന് മില്ലിൽ നിന്ന് റോ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് മെയ്ഡ് സെർവൻസിനെ അയക്കാം, അവർക്ക് സ്ത്രീകൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ. ആൻഡ് ടേക്ക് ദ ഫിനിഷ്ഡ് വർക്ക് ബാക്ക് ടു ഹിം. വർക്ക് ഫിനിഷ് ചെയ്തിട്ട് തിരിച്ച് കൊണ്ട് കമ്പനിയിൽ കൊടുക്കാം. വുമൻ ക്യാൻ വിസിറ്റ് വർക്ക്ഷോപ്പ് വിസിറ്റ് ചെയ്യാം. ഷുഡ് ഗോ അറ്റ് ഡോൺ ടു ഗിവ് ദെയർ വർക്ക് ആൻഡ് റിസീവ് ദെയർ വേജസ്. അപ്പോൾ രാവിലെ അവർക്ക് പോവാം, എന്നിട്ട് അവരുടെ വേജസ് പൈസ കളക്ട് ചെയ്യാം. ആൻഡ് ദർ ഷുഡ് ബി ഇനഫ് ലൈറ്റ് ടു എക്സാമിൻ ദ വർക്ക്. അവർ ചെയ്ത ജോലി നല്ലതാണോ, ക്വാളിറ്റി ഉള്ളതാണോ എന്ന് അറിയാനായിട്ട് നല്ല ലൈറ്റുള്ള സമയത്ത് വേണം പോകാൻ. ആൻഡ് ഇൻ കേസ് ദ സൂപ്പറിൻറ്റൻഡൻറ്റ് ലുക്സ് അറ്റ് ദ വുമൺ ആൻഡ് ടോക്സ് അബൌട്ട് എനിത്തിങ് അതർ ദാൻ വർക്ക്, ഹി ഷുഡ് ബി പണിഷ്ഡ്. അപ്പോൾ ഈ സൂപ്പറിൻറ്റൻഡൻറ്റ് അല്ലെങ്കിൽ ആ ഓഫീഷ്യൽ ഈ സ്ത്രീകളെ നോക്കുകയോ അവരോട് എന്തെങ്കിലും സംസാരിക്കുകയോ, അതായത് വർക്കല്ലാതെ വേറെ എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പണിഷ് ചെയ്യും. ആൻഡ് ഇഫ് എ വുമൺ ഡസ് നോട്ട് കംപ്ലീറ്റ് ഹർ വർക്ക്, ഇപ്പോൾ ഈ സ്ത്രീ അവളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഷീ വിൽ ഹാവ് ടു പേ എ ഫൈൻ പേ ചെയ്യേണ്ടി വരും. ആൻഡ് ഹർ തമ്പ് ക്യാൻ ബി കട്ട് ഓഫ്. അങ്ങനെ സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ടായിരുന്നു ഈ സ്പിന്നിങ്ങിലും വീവിങ്ങിലും. മെനി ക്രാഫ്റ്റ് പേഴ്സൺസ് ആൻഡ് മെർച്ചൻറ്റ്സ് നൗ ഫോംഡ് അസോസിയേഷൻസ് ഉണ്ടാക്കി. ക്രാഫ്റ്റ് പേഴ്സൺസും മെർച്ചൻസും ഒക്കെ അവരുടെ അസോസിയേഷനെ പറയുന്നത് ശ്രേണീസ് എന്നാണ് പറയുന്നത്. ദീസ് ശ്രേണീസ് ഓഫ് ക്രാഫ്റ്റ് പേഴ്സൺ പ്രൊവൈഡഡ് ട്രെയിനിങ് ആൻഡ് പ്രൊവൈഡ് റോ മെറ്റീരിയൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ദ ഫിനിഷ് പ്രോഡക്റ്റ്. അവരുടെ വർക്ക് എന്ന് പറയുന്നത് ട്രെയിനിങ് കൊടുക്കുക, റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുക, ഉണ്ടാക്കുക, ആൻഡ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് അവരുടെ ജോലി. ദി ശ്രേണീസ് ഓഫ് മെർച്ചൻസ് ഓർഗനൈസ്ഡ് ദ ട്രേഡ് ഓർഗനൈസ് ചെയ്തവർ, കച്ചവടം ഓർഗനൈസ് ചെയ്തവർ. ശ്രേണീസ് ഓൾസോ സെർവ്ഡ് ആസ് ബാങ്കായിട്ട് ഇവർ സെർവ് ചെയ്തു. വേർ റിച്ച് മെൻ ആൻഡ് വുമൻ ഡെപ്പോസിറ്റഡ് മണി. പൈസ ഉള്ളവർ ഈ ബാങ്കിൽ, ഈ ശ്രേണീസിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. ദിസ് വാസ് ഇൻവെസ്റ്റഡ്, അത് ഇൻവെസ്റ്റ് ചെയ്തു ആ മണി. ആൻഡ് ദ പാർട്ട് ഓഫ് ദി ഇൻട്രസ്റ്റ് വാസ് റിട്ടേൺഡ് or used to support religious institutions such as monasteries. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട്, ഇൻട്രസ്റ്റ് കിട്ടുന്നതിൻ്റെ ഒരു പാർട്ട് അവർക്ക് തിരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ആ പാർട്ട് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മൊനാസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. അടുത്ത പാട്ട് നമുക്ക് അടുത്ത ലെക്ചറിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.